നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. ഭൂമിയിലെ ദേവസംഗമമായ ആറാട്ടുപുഴ പൂരം ആചാരപ്രൗഢിയോടെയും ആഘോഷ പെരുമയോടും കൂടി ആഘോഷിച്ചു. നാഷണൽ ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് വഴി നഷ്ടപ്പെട്ട വാടാനപ്പള്ളി ഉപ്പുപടന നിവാസികൾ നടത്തി വന്നിരുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി അവധിക്കാല ദൈക്ഷണിക പരിശീലന ക്യാമ്പ് നടത്തി. വാർത്തകൾ വിശദമായി. ഭൂമിയിലെ ദേവസംഗമമായ ആറാട്ടുപുഴ പൂരം ആചാരപ്രൗഢിയോടെയും ആഘോഷ പെരുമയോടും കൂടി ആഘോഷിച്ചു. തൃപ്രയാർ തേവർ ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് നടുനായകത്വം വഹിക്കാൻ പള്ളിയോടത്തിൽ പുഴ കടന്ന് എഴുന്നള്ളി. കിഴക്കേ നടയിൽ മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച തേവരുടെ സ്വർണ്ണക്കോലം തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പുറത്തേറ്റിയപ്പോൾ സായുധ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. വാളും പരിചയമേന്തിയ അകമ്പടിക്കാരും കുത്തുവിളക്കും തീവെട്ടിയും മംഗളവാദ്യവുമായുള്ള പ്രൗഢഗംഭീര യാത്രയിലുടനീളം ദീപക്കാഴ്ചയും നിറപറയും നിറകണ്ണുകളുമായി ഭക്തർ വരവേറ്റു. വഴിനീളെ പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങളാണ് ഭക്തർ ഒരുക്കിയിരുന്നത്. പഴുവിൽ മങ്ങാട്ടുപാടത്ത് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറാട്ടുകഞ്ഞി വിതരണം ചെയ്തു. ചിറക്കൽ സെന്ററിൽ ഇറക്കി പൂജയുണ്ടായി. ഇവിടെ വെച്ച് ആനയും അലങ്കാരവുമെല്ലാം മാറ്റി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നുള്ള താമരമാല ചാർത്തിയാണ് തേവരുടെ തുടർന്നുള്ള യാത്ര. ആറാട്ടുപുഴ പൂരത്തിലെ മേളപ്പെരുമ കാണികളിൽ ആവേശം നിറച്ചു. ജനസഹസ്രങ്ങളാണ് 24 ദേവീദേവന്മാർ പങ്കെടുത്ത ആറാട്ടുപുഴ പൂരത്തിന് കാഴ്ചക്കാരായി എത്തിയത്. തൊട്ടിപ്പാൾ പകൽപുരം കഴിഞ്ഞ് വൈകിട്ട് 4ഓടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ആറാട്ടുപുഴ ശാസ്താവ് നിത്യപൂജകൾക്ക് ശേഷം 8ഓടെ പുറത്തേക്ക് എഴുന്നള്ളി. പടിഞ്ഞാറേ നടയിൽ 15 ആനകൾ അണിനിരന്ന് പൂരം ആരംഭിച്ചു. ഗജവീരൻ പാമ്പാടി രാജൻ തിടമ്പേറ്റി. പെരുവനം സതീശൻ മാരാർ പ്രമാണിയായി 250-ൽ പരം വാദ്യകലാകാരന്മാർ ചേർന്ന് പഞ്ചാരിമേളം കൊട്ടിക്കയറി. കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനനും വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും പഞ്ചാരിമേളത്തിന് പ്രമാണിമാരായി. 5 കാലങ്ങളിലായി മണിക്കൂറുകൾ നീണ്ട പഞ്ചാരിമേളം കൊട്ടിക്കയറിയപ്പോൾ പൂരപ്രേമികൾ ആർത്തിരമ്പി. മേളം കൊട്ടിക്കലാശിച്ചപ്പോൾ വെടിക്കെട്ട് നടന്നു. തുടർന്ന് തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്ന് ആരായുന്ന ചടങ്ങിനായി 7 ആനകളുടെ അകമ്പടിയോടെ ശാസ്താവ് 7 കണ്ഠം വരെ പോയി നിലപാടുതറയിൽ ഏവർക്കും ആതിഥ്യമരുളി നിന്നു. ചാത്തക്കുടം ശാസ്താവിൻ്റെ പൂരത്തിനു ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തക്കുടം ശാസ്താവിന് നിലപാടു നിൽക്കാനേൽപ്പിച്ച ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് മടങ്ങി. തുടർന്ന് ക്ഷേത്ര ഗോപുരത്തിനും നിലപാടുതറയ്ക്കുമിടയിലായി വിശാലമായ പാടത്ത് കയറ്റവും ഇറക്കവും പടിഞ്ഞാറ് നിന്നുള്ള വരവുമായി മറ്റ് ദേവീദേവന്മാരുടെ പൂരങ്ങൾ തുടങ്ങി. 11ഓടെ തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം ചാത്തക്കുടം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം നടന്നത്. 7 ആനകളുടെ അകമ്പടിയോടെ പഞ്ചാരിമേളം ഈ സമയം തന്നെ നെട്ടിശ്ശേരി ശാസ്താവ് 5 ആനകളുടെ അകമ്പടിയോടും പാണ്ഡിമേളത്തോടും കൂടി എഴുന്നള്ളി. 12ഓടെ 5 ആനകളും പഞ്ചാരിമേളവുമായി എടക്കുന്നി ഭഗവതിയുടെ പൂരവും ആരംഭിച്ചു. തുടർന്ന് കൊടകര, പൂനിലാർക്കാവ്, കടുപ്പശ്ശേരി, പിഷാരിക്കൽ ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് 5 ആനകളുടെയും പഞ്ചാരിമേളത്തിൻ്റെയും അകമ്പടിയോടെ നടന്നു. അന്തിക്കാട്, ചൂരക്കോട് ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പിന് 6 ആനകളുടെ അകമ്പടിയും പഞ്ചാരിമേളവുമുണ്ടായി. നെട്ടിശ്ശേരി ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പിന് 5 ആനകളും പാണ്ഡിമേളവും അകമ്പടിയായി. തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയതോടെ മന്ദാരക്കടവിൽ ആറാട്ടിന് തുടക്കമായി.
വ്യാഴാഴ്ച പുലർച്ചെയാണ് ആറാട്ടുപുഴ പാടത്തെ പ്രസിദ്ധമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത്. തേവരുടെ ഇടതുവശത്ത് ചാത്തക്കുളം ശാസ്താവിനൊപ്പം ഊരകത്തമ്മ തിരുവടിയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയും നിരവധി ആനകളുടെ അകമ്പടിയിൽ കൂട്ടിയെഴുന്നള്ളിപ്പിനായി നിരന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം തേവരും ഊരകത്തമ്മ തിരുവടിയും ചേർപ്പ് ഭഗവതിയും ആറാട്ടിനായി മന്ദാരക്കടവിലേക്ക് എഴുന്നള്ളി. ആറാട്ട് കഴിഞ്ഞ് മടങ്ങുന്ന 3 ദേവീദേവന്മാർക്ക് അകമ്പടിയായി ശാസ്താവ് 7 ഖണ്ഡം വരെ അനുഗമിച്ചു. തുടർന്ന് അടുത്ത വർഷത്തെ പൂരത്തിന്റെ തീയതി ആറാട്ടുപുഴ ദേവസ്വം അധികാരി വിളംബരം ചെയ്തു. തുടർന്ന് രാജകീയ കിരീടത്തിന്റെ സൂചകമായ മകുടം ഒഴിവാക്കി തേവരുടെ ആറാട്ടുപുഴയിൽ നിന്ന് മടങ്ങി. ചിറക്കൽ വെൻട്രശ്ശേരി ശിവക്ഷേത്രത്തിൽ തേവരോടൊപ്പം വരുന്ന ഭക്തർക്ക് കഞ്ഞിയും പുഴുക്കും നൽകി. വൈകിട്ടോടെ തൃപ്രയാർ തേവർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഉത്രം വിളക്കിന് എഴുന്നള്ളും. സേതുകുളത്തിൽ ആറാട്ടിന് എഴുന്നള്ളുന്ന തേവർക്ക് പഞ്ചവാദ്യത്തോടെയാണ് നാട്ടുകാർ സ്വീകരണം നൽകുന്നത്. മണപ്പുറത്തിന്റെ കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അരനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന മതിലകം സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 16 നടക്കും. വൈകിട്ട് 6 നടക്കുന്ന ചടങ്ങിൽ നടനും ക്ലബ് അംഗവുമായ സൗബിൻ ഷാഹിർ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് 50ാം വാർഷികത്തിനോടനുബന്ധിച്ച് ക്ലബിന് സമീപം തയ്യാറാക്കിയ MT വാസുദേവൻ നായർ നഗറിൽ തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ എന്ന നാടകവും അരങ്ങേറും. സൗബിൻ ഷാഹിറിന് ജന്മനാടിൻ്റെ ആദരം നൽകുന്നതിൻ്റെ ഭാഗമായി മതിലകം പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ഘോഷയാത്രയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ KK റിനീസ്, മുഹമ്മദ് അബ്ദുൽ ഖാദർ, ES നിയാസ്, KM ഷിഹാബ്, VY നസീർ, PK നൌഷാദ് എന്നിവർ പറഞ്ഞു. വാടാനപ്പള്ളി ഗണേശമംഗലം പണ്ടാരൻ കുടുംബമഠപതി ശ്രീ രുദ്രമഹാകാളി അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ മഹോത്സവവും അഷ്ടനാഗക്കളവും നടന്നു. ക്ഷേത്രം മേൽശാന്തി സതീഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 1ാം ദിവസം രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ,
പ്രസന്നപൂജ, നാഗപൂജ, പാലും നൂറും, നാഗക്കളം എഴുന്നള്ളിപ്പ്, അഷ്ടനാഗക്കളം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു. തുടർന്ന് ഗുരുമുത്തപ്പൻ, മുത്തപ്പൻ എന്നിവർക്ക് രൂപക്കളവും, ദീപാരാധന, ചുറ്റുവിളക്ക്, അത്താഴപൂജ, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും നടന്നു. രണ്ടാം ദിവസം രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, രുദ്രാഭിഷേകം, കലശമെഴുന്നള്ളിപ്പ്, കലശം അഭിഷേകം, പ്രസന്നപൂജ, കരിങ്കുട്ടിസ്വാമിക്ക് കളം, പ്രസാദവൂട്ട് എന്നിവ നടന്നു. തുടർന്ന് പ്രസാദവൂട്ടും വീരഭദ്രസ്വാമിക്ക് കളവും ഉണ്ടായി. വൈകിട്ട് ശ്രീമൂലസ്ഥാനത്ത് നിന്ന് താലം വരവും, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജ, പറനിറക്കലും ഉണ്ടായി. രാത്രി തിരുവാതിരക്കളി, താളമേളങ്ങളോടും താലപ്പൊലിയോടുമുള്ള ദേവിയുടെ എഴുന്നള്ളിപ്പും രൂപക്കളവും ഗുരുതിതർപ്പണവും നടന്നു. സെക്രട്ടറി അമരീഷ് PS, പ്രസിഡന്റ് പ്രദീപ് കുമാർ PV, ട്രഷറർ സഹദേവൻ PP എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിനല്ലേ? ബോർഡ് എക്സാം ഡേറ്റ് ഇങ്ങെടുത്തൂലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാന്നേ. പിന്നെ എന്തിനു ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. അക്കിലോല പൂവൻ കുത്തി കണ്ണീലോല ക്ലിം അത്തിപ്പഴം കൊത്തി തിന്നു തത്തമ്മ. ഓ അപ്പൊ സി എന്താണത്? ഇത് എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്ക് ആവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യണ്ടിരിക്കോ? രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയും. നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തിട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിനൊപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റ് ആക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ്. അർച്ചന സിൽക്സ് പ്രിപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. തിരികെ വാർത്തകളിലേക്ക്.
ദേവസംഗമ ഭൂമിയായ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ മണ്ണിലേക്ക് യാത്ര ചെയ്യുന്ന തൃപ്രയാർ തേവർക്ക് പഴുവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ നാഥനാട്യ സമർപ്പണം നടത്തി. ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അണിയിച്ചൊരുക്കിയ സംഗീത നൃത്ത സദ്യ വേറിട്ട കാഴ്ചയായി. ഉച്ചതിരിഞ്ഞ് 6:45 ആരംഭിച്ച സംഗീത സദസ്സ് സ്കൂൾ പ്രിൻസിപ്പൽ അഭിലാഷ് KR ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ ശ്രീജ ബോസ് എന്നിവർ പങ്കെടുത്തു. ഭക്തിനിർഭരമായ ഗാനങ്ങളും നൃത്ത പ്രകടനങ്ങളും നിറഞ്ഞ പരിപാടി കാണികൾക്ക് വിരുന്നായി. ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി അവധിക്കാല ദൈക്ഷണിക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ നൃത്ത പരിശീലനത്തിനോടൊപ്പം കായിക മേഖലയിൽ സജ്ജമാക്കാൻ പരിശീലനവും മത്സരാധിഷ്ഠിത പരീക്ഷകളിൽ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള പരിശീലനവും ഈ ക്യാമ്പിനോടനുബന്ധിച്ചുണ്ടാകും. സയൻസ്, സാമൂഹ്യം, IT, വർക്ക് എക്സ്പീരിയൻസ്, ഭാഷാ വിഷയങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകളും ഉണ്ടാകും. PTA പ്രസിഡന്റ് ഷൈൻവാസ് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ CS പ്രദീപ്, ഹെഡ് മിസ്ട്രസ് ജയന്തി മേനോൻ, സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, വാർഡ് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീശൻ, പ്രിൻസിപ്പൽ പ്രീത P. രവീന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് CJ ആന്റണി, MPTA പ്രസിഡന്റ് ഷാരി ജുബിൻ, സമാജം മെമ്പർ തുപ്പിയിൽ സുഗതൻ എന്നിവർ സംസാരിച്ചു. ഇനി അവധിക്കാല പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്നതിനോട് പറയണമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു വ്യക്തതയില്ല. കാരണം എല്ലാവരും പല ആഗ്രഹങ്ങളോടുകൂടി അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് വഴി നഷ്ടപ്പെട്ട വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഉപ്പുപടന്ന നിവാസികൾ അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 6 ദിവസമായി നടത്തിയിരുന്ന അനിശ്ചിതകാല സമരമാണ് അവസാനിപ്പിച്ചത്. ഉപ്പുപടന്ന പ്രദേശത്തേക്കും സർവീസ് റോഡ് ബന്ധിപ്പിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ദേശീയപാതയിലേക്ക് സ്ലിപ്പ് റോഡും നടപ്പാതയും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. ബൈപ്പാസ് നിർമ്മാണം മൂലം 80ഓളം കുടുംബങ്ങളുടെ പ്രധാന വഴിയായി ഉപയോഗിച്ചിരുന്ന ഉപ്പുപടന്ന റോഡിലേക്ക് സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ പ്രദേശവാസികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. 3 വർഷക്കാലമായി നിരവധി തവണ ദേശീയപാത അധികൃതരുമായും സംസ്ഥാന സർക്കാരുമായും നിരന്തരം പരാതികളും സമരങ്ങളും നടത്തിയിട്ടും പരിഹാരം ഉണ്ടാവാത്തതിനാലാണ് സമരം ചെയ്തത്. സമരത്തിന്റെ ഭാഗമായി ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്ലാൻ ഉപരോധിച്ചു. തുടർന്ന് അധികൃതരും ശിവലയ അധികൃതരും നാട്ടുകാരുമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത്. ഗ്രാമപഞ്ചായത്ത് അംഗവും സമരസമിതി ചെയർമാനുമായ KS ധനീഷ്, സമരസമിതി കൺവീനർ മഹേഷ്, കമ്മിറ്റി അംഗം അഖിൽദാസ് KR ബിനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗമായ സന്തോഷ് പണിക്കശ്ശേരി, ദിവിൻ ദാസ് P, ജയേഷ് മാധവൻ, നിശാഖ് NS, ഷൈന സജീവ് കുമാർ, രഹന കണ്ണൻ, സുനിൽ കുമാർ, ശോഭന പ്രസാദ്, ഷാലി സുധീർ, സുശീല സുരേന്ദ്രൻ, വിഷ്ണു NP എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത്. ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. തൃപ്രയാർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ. ഈ ഫെസ്റ്റിവൽ സീസണിൽ 2 കാര്യം. ഒന്ന്, എമ്പുരാൻ കാണണം. കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ. മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ. സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ. ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ. കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ. പാർട്ടി
വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ, 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ, കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ, ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ, ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും, മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയും യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. വലപ്പാട് കോഴിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു.
രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ക്രിയകൾക്ക് തുടക്കമായി. തുടർന്ന് നവകം, പഞ്ചഗവ്യം, കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് പൂക്കോട്ട് ശിവക്ഷേത്രത്തിൽ നിന്ന് താലവാദ്യഘോഷങ്ങളോടെ എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ നടന്ന പകൽപൂരവും മതിൽമൂല സതീശനും സംഘത്തിന്റെ ചെണ്ടമേളവും, മങ്ങാട്ട് തെന്നൽ കലാസമിതിയുടെ തിറയാട്ടവും, തൃശൂർ ശിവപാർവതി തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരയും നടന്നു. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ MN നന്ദകുമാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. NS പ്രജീഷ് ശാന്തി വലപ്പാട് സഹകാർമ്മികനായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ KV രാമചന്ദ്രൻ, സുരേഷ് KB, ബൈജു KD, സത്യാനന്ദൻ, KG കാളിദാസ്, ബിനീഷ് KP, KV ജയപ്രകാശൻ, ഷിനോജ് KV, ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ശ്യാം NP എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അന്തിക്കാട് മണ്ണാംതിണ്ടിയിൽ ശ്രീ ഭദ്രദേവി വിഷ്ണുമായ മുത്തപ്പൻ ക്ഷേത്രത്തിൽ തോറ്റംപാട്ടുത്സവം ആഘോഷിച്ചു. KC സുനിൽ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 2 ദിവസങ്ങളായി നടന്ന പരിപാടിയിൽ രാവിലെ ഗണപതി ഹവനം, ഭഗവത് സേവ, മഹാസുദർശന ഹവനം, വിശേഷാൽ പൂജകൾ, മുത്തപ്പൻ കളം, വീരഭദ്രൻ സ്വാമിക്ക് കളം, കരിങ്കുട്ടി സ്വാമിക്ക് കളം എന്നിവ നടന്നു. 2ാം ദിവസം ഗണപതി ഹവനം, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, എഴുന്നള്ളിപ്പ്, താലമെടുക്കൽ, അന്നദാനം, ദീപാരാധന, ഭഗവതിക്ക് കളം എന്നിവയുണ്ടായി. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന സലീം രാജിൻ്റെ 1ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് ഏപ്രിൽ 12-ന് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ ഏപ്രിൽ 12-ന് 2:30-ക്ക് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. PN ഗോപികൃഷ്ണൻ, MP സുരേന്ദ്രൻ, അശോകൻ ചെരുവിൽ, ഏങ്ങടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുക്കും. VKS ഗായക സംഘം ഗാനങ്ങൾ അവതരിപ്പിക്കും. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, കൺവീനർ അരവിന്ദൻ പണിക്കശ്ശേരി, പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി P സുൽഫിക്കർ, EP ശശികുമാർ, VR ഷീമ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാഞ്ച് വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ജംഗ്ഷനിൽ പെട്രോൾ പമ്പിന് സമീപമാണ് പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് MTയും CEOയുമായ VP നന്ദകുമാർ ബ്രാഞ്ചിന്റെയും സ്ട്രോങ് റൂമിന്റെയും ഉദ്ഘാടനവും ബാങ്കിന്റെ ഫലകത്തിന്റെ അനാവരണവും നിർവഹിച്ചു.
സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഗവൺമെൻറ് ബാങ്കാണ്. ബാങ്ക് ഓഫ് ബറോഡയെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. എല്ലാവർക്കും ബാങ്ക് ഓഫ് ബറോഡയെക്കുറിച്ച് നന്നായിട്ട് അറിയാം, അവർ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് അറിയാം. പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സംശയം, അത് ഒരു ഗവൺമെൻറ് ബാങ്ക് അല്ലേ, അതിൻ്റെ സർവീസ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രം പറയുകയാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ സർവീസ് ഒരു സ്വകാര്യ ബാങ്കുകളെക്കാൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെക്കാൾ മികച്ചതാണ് എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായാലും ഏത് ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും ഒക്കെ അങ്ങനെയാണ്. ശ്രീജിത്ത് കൊട്ടാരത്തിൽ അദ്ദേഹം ഇവിടെ ജനറൽ മാനേജർ, സോണൽ മാനേജർ ആയതിനു ശേഷം ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഏറ്റവും അടിത്തട്ടിൽ തന്നെയുള്ള ആളുകളായിട്ട് ഏറ്റവും അടുത്ത് പെരുമാറാനും അവരെ ബാങ്ക് ഓഫ് ബറോഡയുടെ സേവനം അറിയിക്കാനൊക്കെ അദ്ദേഹം ഒരു റോൾ മോഡലായിട്ട് തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല, എങ്ങനെ ഒരു പൊതുമേഖലാ ബാങ്ക് എങ്ങനെ ഗ്രാസ് റൂട്ടിൽ ഇടപഴകിക്കൊണ്ട് എങ്ങനെ ഇടപെടണം എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുള്ള ആളാണ്. വാടാനപ്പള്ളി CDS ചെയർപേഴ്സൺ ബീന ബിഷില്ലി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കൽ, ബാങ്ക് ജനറൽ മാനേജർ ശ്രീജിത്ത് കൊട്ടാരത്തിൽ, റീജിയൻ ഹെഡ് P. വിമൽജിത്ത്, സതീഷ് S എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമിയിലെ ദേവസംഗമമായ ആറാട്ടുപുഴ പൂരം ആചാരപ്രൗഢിയോടെയും ആഘോഷ പെരുമയോടും കൂടി ആഘോഷിച്ചു. നാഷണൽ ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് വഴി നഷ്ടപ്പെട്ട വാടാനപ്പള്ളി ഉപ്പുപടന നിവാസികൾ നടത്തി വന്നിരുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി അവധിക്കാല ദൈക്ഷണിക പരിശീലന ക്യാമ്പ് നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.